സമ്പത്തുണ്ടാക്കാൻ മൂന്ന് മാർഗങ്ങളേ ഉള്ളൂ. ഒന്ന്, ഒരു സ്കെയിലബിൾ ബിസിനസ് ഉണ്ടാക്കുക. വെറും ബിസിനസ് അല്ല, സ്കെയിലബിൾ ബിസിനസ്. എന്താ സ്കെയിലബിൾ ബിസിനസ്സിൻ്റെ പ്രത്യേകത? ഞാനില്ലാത്തപ്പോഴും വളരുന്ന, ഞാൻ ഉള്ളപ്പോഴത്തേനേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ബിസിനസ്സാണ് സ്കെയിലബിൾ ബിസിനസ്. നിങ്ങൾക്ക് റിയലി വെൽത്തി പേഴ്സൺ ആകണോ? ഒന്നെങ്കിൽ നിങ്ങൾക്കൊരു സ്കെയിലബിൾ ബിസിനസ് വേണം, ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹൈ ഇൻകം സ്കിൽ വേണം. ഹൈ ഇൻകം സ്കിൽ. എന്താ ഹൈ ഇൻകം സ്കിൽ? ഏതൊരു സ്കിൽ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഒരു മാസം ആ സ്കിൽ ഉപയോഗിച്ച് 10 ലക്ഷം രൂപയിൽ കൂടുതൽ ഒരു മാസം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് ഹൈ ഇൻകം സ്കിൽ. ഒന്നുകൂടെ, ഒരു മാസത്തിൽ 10 ലക്ഷം രൂപയിൽ കൂടുതൽ ആ സ്കില്ല് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, ഡോക്ടറെ, അതാണ് നിങ്ങളുടെ ഹൈ ഇൻകം സ്കിൽ. ക്ലിയർ ആണോ? ഇതില്ലെങ്കിൽ ഇത് ഡെവലപ്പ് ചെയ്യണം. ക്ലോസിംഗ് സ്കിൽ ഈസ് എ ഹൈ ഇൻകം സ്കിൽ. ക്ലോസിംഗ്, ഹൈ ടിക്കറ്റ് ക്ലോസിംഗ് ഈസ് എ ഹൈ ഇൻകം സ്കിൽ. നമ്മൾ മുമ്പേ 3 കാര്യങ്ങൾ പറഞ്ഞില്ലേ? മണി, സെക്സ്, പവർ. ഇതിൽ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്താൽ ഈസി ആയിട്ട് 10 ലക്ഷം രൂപ എല്ലാ മാസവും ഉണ്ടാക്കാൻ പറ്റും. പ്രസൻറ്റേഷൻ സ്കിൽ ഈസ് എ ഹൈ ഇൻകം സ്കിൽ. ഏത് സ്കില്ല് ഡെവലപ്പ് ചെയ്താൽ മാസം നിങ്ങൾക്ക് 10 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റും, അതാണ് ഹൈ ഇൻകം സ്കിൽ. അതിനാണ് ടു ബി ലിസ്റ്റിൽ ഫോക്കസ് ചെയ്യാൻ പറഞ്ഞത്. യു ഹാവ് ടു ബിക്കം ദാറ്റ് പേഴ്സൺ. ആ വ്യക്തിയായിട്ട് മാറണം. അപ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? ആ സ്കില്ല് യൂസ്. മൂന്നാമത്തതാണ് ഹൈ റിട്ടേൺ ഇൻവെസ്റ്റ്മെൻറ്റ്. നന്ദു, ഹൈ റിട്ടേൺ ഇൻവെസ്റ്റ്മെൻറ്റ്. എന്താണ് ഹൈ റിട്ടേൺ ഇൻവെസ്റ്റ്മെൻറ്റ്? ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് എനിക്ക് ഇയർ ഇൻ ആൻഡ് ഇയർ ഔട്ട് 10% മുകളിൽ റിട്ടേൺ കിട്ടുന്നു, അതിൻ്റെ പേരാണ് ഹൈ റിട്ടേൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ 3 മാർഗങ്ങളേ ഉള്ളൂ റിയൽ നെറ്റ് വർത്ത് കൂട്ടാൻ. എന്ത് വേണം? ഈ ഹൈ റിട്ടേൺ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒന്നെങ്കിൽ ഇതിൽ നിന്ന്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇൻകം കിട്ടണം, എങ്കിലേ നമുക്കിവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റൂ. സോ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്താ നമ്മളുടെ? എന്തിനാ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തേ? അസറ്റ് ക്രിയേറ്റ്. അസറ്റ് ബിൽഡ് ചെയ്യുന്നവൻ്റെ പേരെന്താണെന്നാണ് നമ്മൾ പഠിച്ചേ? 9ാമത്തെ ലെവലിൽ നിൽക്കുന്ന ആളിൻ്റെ ഇൻവെസ്റ്റർ. സോ ഹൂ ആം ഐ? ഐ ആം ആൻ ഇൻവെസ്റ്റർ. എന്നാണ് നമുക്ക് നമ്മളെ ഇൻവെസ്റ്റർ എന്ന് വിളിക്കാൻ പറ്റുന്നത്? എന്ന് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ഇയർ ഇൻ ആൻഡ് ഇയർ ഔട്ട് എല്ലാ വർഷവും 10% മുകളിൽ ഇൻകം കിട്ടുന്നു, അപ്പോൾ യു വിൽ ബിക്കം ആൻ ഇൻവെസ്റ്റർ. മേക്കിംഗ് മണി. ആദ്യം എന്ത് ചെയ്യണം? കാശുണ്ടാക്കണം. ഓക്കെ, ഇതിൽ നിന്ന് എന്തിലേക്ക് പോകണം? സേവിങ് മണി, പൈസ സേവ് ചെയ്യണം. അതിൽ നിന്ന് എവിടേക്ക് പോകണം? ഇൻവെസ്റ്റിംഗ് മണി, ഇൻവെസ്റ്റ് ചെയ്യണം. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് എന്ത് തരും? ഇൻകം തരും. ഈ ഇൻകം എന്ത് ചെയ്യണം? സ്പെൻഡ് ചെയ്യണം. അപ്പോൾ ഏതാണ് നമ്മളുടെ സ്പെൻഡബിൾ ഇൻകം? ഇൻകം ഫ്രം അവർ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതാണ് നമ്മുടെ സ്പെൻഡബിൾ ഇൻകം. ഈ കിട്ടുന്നത് സ്പെൻഡ് ചെയ്യുന്നവൻ ബ്രോക്കായിരിക്കും. ബിസിനസ്സിൽ അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് കിട്ടുന്ന പൈസ സ്പെൻഡ് ചെയ്യുന്നവൻ എന്നും ബ്രോക്കായിരിക്കും. ആരാണ് ഇവിടുത്തെ വെൽത്തി പേഴ്സൺ? ഇത് സേവ് ചെയ്യുകയും ഇൻവെസ്റ്റ് ചെയ്യും. ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് സ്പെൻഡ് ചെയ്യുന്നവനാണ് വെൽത്തി പീപ്പിൾ. അപ്പോൾ ഇതിലേക്കൊക്കെ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ 5 കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യണം. ഈവൻ ദോ യു ഹാവ് എ സ്കെയിലബിൾ ബിസിനസ്, നിങ്ങൾക്കൊരു നല്ല ബിസിനസ് ഉണ്ടെങ്കിലും യു ഷുഡ് ഹാവ് ടു ഡെവലപ്പ് എ ഹൈ ഇൻകം സ്കിൽ. ഷൈനെ, നിനക്ക് ഓൾറെഡി ബിസിനസ് ഉണ്ട്, എങ്കിലും നീ ഒരു ഹൈ ഇൻകം സ്കില്ല് ഡെവലപ്പ് ചെയ്യണം പാരലലായിട്ട്. വൈ? ഇതിനെന്തും സംഭവിക്കാം, ബിസിനസ് എന്തും സംഭവിക്കാം. പക്ഷേ സ്കില്ലോ ഒരാൾക്ക് നമ്മളിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. ഒരു കോമ്പറ്റീറ്റർക്കും നമ്മളിൽ നിന്ന് നമ്മുടെ സീറ്റ് സ്പോട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. കറക്റ്റ്? സോ എത്ര വലിയ ബിസിനസ് നിങ്ങൾക്കുണ്ടെങ്കിലും യു ഹാവ് ടു ഡെവലപ്പ് എ ഹൈ ഇൻകം സ്കിൽ. ഈ ഇരിക്കുന്ന ഡോക്ടർമാർ ഒന്ന് കൈവക്കിക്കേ. എന്താ നിങ്ങളുടെ കോൺഫിഡൻസ്? ഡോക്ടേഴ്സിൻ്റെ കോൺഫിഡൻസ് എന്താ? യു ഹാവ് എ ഹൈ ഇൻകം സ്കിൽ. ആ കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ട്, അതിവിടെ ഇരിക്കുന്ന ബിസിനസ്സുകാർക്കില്ല. അപ്പം ഡോക്ടർമാർ ബിസിനസ് ഡെവലപ്പ് ചെയ്യുക, ബിസിനസ്സുകാർ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. എല്ലാ മാസവും നിഷാദിൻ്റെ സ്കില്ല് കൊടുക്കുമ്പോൾ 10 ലക്ഷം രൂപ കിട്ടണം. എൻ്റെ ട്രെയിനിങ് വെച്ചിട്ടല്ല എൻ്റെ കടങ്ങൾ വീട്ടിയത്. എങ്ങനെയാണ് വീട്ടിയത്? ഹൈ ഇൻകം സ്കില്ലായ ക്ലോസിങ് സ്കിൽ. ഞാൻ മറ്റ് കമ്പനികൾക്ക് പ്രൊഡക്റ്റ് ക്ലോസ് ചെയ്ത് 5%, 10% കമ്മീഷൻ മേടിച്ച് ഇൻസെൻറ്റീവ് മേടിച്ചിട്ടാണ് എൻ്റെ കടങ്ങൾ വീട്ടിയത്. മനസ്സിലായോ? നിങ്ങളിപ്പോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്താ? നിങ്ങളുടെ ബാധ്യത ബിസിനസ് വെച്ച്
കവർ ചെയ്യാൻ ശ്രമിക്കുക, നടക്കത്തില്ല. നിങ്ങളുടെ ബാധ്യത നിങ്ങളുണ്ടാക്കിയതാണ്, കമ്പനിയുടേതല്ല. നിങ്ങളുണ്ടാക്കിയ ബാധ്യത നിങ്ങൾ തന്നെ തീർക്കണം. അതിന് യു ഷുഡ് ഡെവലപ്പ് എ ഹൈ ഇൻകം സ്കിൽ. ആ സ്കിൽ എങ്ങനെ കണ്ടെത്തും? സീഡ് സ്പോട്ടിൽ നിന്ന്. ആരൊക്കെ ഇവിടെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ, യു ഹാവ്, ആർക്കൊക്കെ മണി പ്രോബ്ലം ഉള്ളേ, ഫിനാൻഷ്യൽ പ്രോബ്ലം, യു ഡോണ്ട് ഹാവ് എനി മണി പ്രോബ്ലം, യു ഓൺലി ഹാവ് സ്കിൽ പ്രോബ്ലം. നിങ്ങൾക്കാർക്കും പൈസയ്ക്ക് ഒരു പ്രശ്നമില്ല. പൈസ ഇഷ്ടം പോലെ മാർക്കറ്റിലുണ്ട്, ഇഷ്ടം പോലെ നമുക്ക് ചുറ്റുമുണ്ട്. യു ഹാവ് എ സ്കിൽ പ്രോബ്ലം, നോട്ട് എ മണി പ്രോബ്ലം.